ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നതേ നമ്മൾ സാധാരണ എല്ലാ വീടുകളിലും കടം കാണില്ലേ, കടം. സാധാരണ നമ്മൾ പറയും കടം എന്ന് പറഞ്ഞാൽ അത് നമ്മളിലേക്ക് കൂടുതലായിട്ട് വരും എന്ന് പറയും. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കടം എന്ന് പറയുന്ന എല്ലാ കുടുംബങ്ങളിലും വന്ന് അത് നമ്മളെ മുക്കി താത്തിക്കളയണ ഒരു സാധനമാണ് അല്ലേ. നമ്മൾ ശരിക്കും പറഞ്ഞ് ഞെക്കിപ്പിഴിയും കടം എന്ന് പറയണത്. പക്ഷേ അധികവും കടം വരുന്നത് ഇച്ചിരി പൈസയുള്ളവർക്കും ഇടത്തരക്കാർക്കും ആയിരിക്കും. പൈസക്കാർക്ക് പിന്നെ അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് എന്താണേലും ലോൺ എടുക്കേണ്ടതായിട്ട് വരും. ഇടത്തരക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടുപോണവരാ. പാവപ്പെട്ടവർ പിന്നെ അങ്ങനെയൊന്നും പോകില്ല. ഈ ദിവസത്തിൽ പലിശയ്ക്ക് മേടിക്കണവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കടങ്ങളെ ആയിരിക്കും അവർക്കുണ്ടായിരിക്കും. ലക്ഷങ്ങളുടെ കടങ്ങളും കോടികളുടെ കടങ്ങളൊന്നും അല്ല. ഈ ഇടത്തരക്കാരെന്ന് പറയണവർക്കായിരിക്കും ലക്ഷങ്ങളും കോടികൾ വരെ കടമുള്ളവർ. ബിസിനസ്സുകാർക്ക് പിന്നെ അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വീട്ടുകയും ചെയ്യും, എടുക്കുകയും ചെയ്യും, അങ്ങനെ അങ്ങ് പോയിക്കോളും. പക്ഷേ ഈ ഇടത്തരത്തിൽപ്പെട്ടവർക്ക് താഴോട്ട് പോകാനും പറ്റില്ല, മുകളിലോട്ടിട്ട് കയറാനും പറ്റില്ലാത്ത അവസ്ഥയിലാണ് അവർ നിൽക്കും. അവർ പൈസക്കാരാണെന്ന് ചോദിച്ചാൽ പൈസക്കാരാണ്, അപ്പോൾ പാവപ്പെട്ടവരാണോ എന്ന് ചോദിച്ചാൽ പാവപ്പെട്ടവരാണ്. ആ രീതിയിലായിരിക്കും അവരുടെ നിൽപ്പ്. അവർക്കൊന്നും പറ്റില്ല, അവർക്ക് താഴേക്ക് ഇറങ്ങാൻ ഒട്ടും പറ്റില്ല. അവർക്ക് താഴെയുള്ള മനുഷ്യർ ജീവിക്കും പോലെ ജീവിക്കാൻ അവർക്ക് സാധിക്കില്ല. അവർ ഇച്ചിരി സ്റ്റാറ്റസ് ജീവിക്കാനേ ആഗ്രഹിക്കുകയുള്ളൂ ഇടത്തരക്കാർ. അപ്പം മുകളിലോട്ട് എത്താനും സാധിക്കുന്നില്ല, പൈസക്കാരെ പോലെ ആകാനും സാധിക്കുന്നില്ല. അപ്പം അവർ കടത്തിൽപ്പെട്ടു പോകും. അപ്പോഴാണ് അവർ കടത്തിൽപ്പെടുന്നത്. സാധാരണ നമ്മളധികം കടം വരുന്ന 3 കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും. ഒന്നാമത്തെ വീട് പണി. എങ്ങനെയെങ്കിലും ഒരു വീട് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലോൺ എടുത്തിരിക്കും. ലോൺ എടുക്കുമോ, ആദ്യ സ്ഥലം മേടിച്ചു, വാടക വീട്ടിലാണ് താമസിക്കുമെങ്കിൽ എല്ലാവരുടെയും ആഗ്രഹം ഒരു വീട് വേണമെന്നുള്ളത് അല്ലേ, അത് സ്വാഭാവികം. അപ്പം നമ്മൾ എന്നാ കാണിക്കും, എങ്ങനെയെങ്കിലും ഒരു വീടുണ്ടാക്കാമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഒന്നെങ്കിൽ ലോൺ എടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തിട്ട് ഒരു സ്ഥലം മേടിച്ചു അവിടെ ഒരു വീടുമൊക്കെ എങ്ങനെയാണേലും ലോണി വരും. അത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ മേടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ആരുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ മേടിച്ചാലും ആ പൈസ പറയുന്ന ഡേറ്റ് നമ്മൾ തിരിച്ചു കൊടുക്കണം കേട്ടോ. അത് നമ്മുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗവും കൂടെയാണ്. നമ്മൾ ആ കൃത്യസമയത്ത് പൈസ തിരിച്ചു കൊടുക്കാം. അല്ല നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അവരോട് പറയാം, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിട്ടില്ല, ഞാൻ അടുത്ത് തന്നെ തന്നേക്കാം എന്ന് ഏതെങ്കിലും ഒരു ഡേറ്റിൽ തരാം എന്ന് പറയാം. എന്നിട്ടും പറ്റിയില്ല നമുക്ക് വേറെ ആരുടെയെങ്കിലും മേടിച്ചെങ്കിലും കൊടുക്കണം. അങ്ങനത്തെ കടങ്ങളൊന്നും വ്യക്തികളിൽ നിന്ന് മേടിക്കുന്ന പൈസകൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. അത് കാരണം ആ വ്യക്തി ചിലപ്പോൾ വല്ലവരോട് മേടിച്ചിട്ടായിരിക്കും നമുക്ക് തന്നത് അല്ലേ. അപ്പം നമ്മൾ എപ്പോഴും സൂക്ഷിച്ചും കണ്ടുപോയിട്ട് ആ പൈസകൾ കൈകാര്യം ചെയ്യണം. ബാങ്കുകാരോടാണെങ്കിൽ നമുക്ക് പറഞ്ഞു നിൽക്കാം അല്ലേ. ബാങ്കുകാരോടാണെങ്കിൽ അവസാനം ലാസ്റ്റ് ജപ്തിയെങ്കിലും വരുള്ളൂ. കുറേ ചോദിച്ച് നമ്മൾ വഴക്കൊക്കെ ഉണ്ടാക്കും. വ്യക്തികളിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ തെറി കേൾക്കാനും കൂടെ റെഡിയാക്കണം. അവന്മാർ രാവിലെ വന്ന് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നിന്ന് നാട്ടുകാർ മുഴുവൻ കേൾക്കും. അപ്പോൾ അത് അങ്ങനെയുള്ള പൈസകളൊക്കെ നമ്മൾ ആദ്യം കൊടുത്ത് തീർക്കണം കേട്ടോ. ഇനി നമ്മൾ വീട് പണിയാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഓർക്കും ഒരു 2 മുറിയും അടുക്കളയും ഹാളും ഒക്കെയുള്ള ഒരു കുഞ്ഞു വീട് മതി എന്നോർക്കും. പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് ഓർക്കും ഒരു ഇച്ചിരിയോടെ കൂട്ടിയെടുക്കാം, ഒരു മുറിയും കൂടെ കൂട്ടിയെടുക്കാം. പിന്നെ നമ്മൾ ഓർക്കും ഒരു മുറിയും കൂടെ, പിന്നെ മുകളിലോട്ട് 2ാം നില കെട്ടാം എന്നിങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കില്ലേ. അപ്പം നമ്മൾ എന്നാ പറ്റണേ, നമ്മൾ വീണ്ടും വീണ്ടും ചെറിയ ചെറിയ കടങ്ങളിലേക്കായി വരികയാണ് ചെയ്യുന്നത്. നമ്മൾ അറിയാതെ തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ കടത്തിൽ പെട്ടുപോകും. അപ്പം നമുക്ക് അത് തിരിച്ചടയ്ക്കാൻ നമ്മുടെ EMI ഓരോ മാസം അടയ്ക്കുമ്പോൾ നമ്മുടെ വീട്ടിലപ്പോൾ എന്തായിരിക്കും, മക്കളുടെ വിദ്യാഭ്യാസം കാണും, വീട്ടു ചെലവ് കാണും, വേറെ കറണ്ട് ബില്ല്, ഫോൺ ബില്ല് എന്ന് വേണ്ട, ഇപ്പോൾ ഫോൺ ബില്ലൊക്കെ കൂടിയില്ലേ, എന്ന് വേണ്ട സകലകുലാവി സർവ്വതും പിന്നെ ആഴ്ചയിലെ വീട്ടിലെ ചെലവുകൾ ഒക്കെ ഇതിനകത്ത് പെടുക. ഇതെല്ലാം കൂടെ എത്തിച്ചു കൊണ്ടുവരാൻ ഭയങ്കര കഷ്ടപ്പാടാണ് അല്ലേ. വീട്ടിലുള്ള എല്ലാവരും കൂടെ കിടന്ന് പണിയെടുത്താലേ ചിലപ്പോൾ നമുക്കത് അങ്ങ് അടഞ്ഞു തീരുകയുള്ളൂ. അപ്പം ചിലപ്പം എനിക്ക് തോന്നുന്നത് ഹൗസിംഗ് ലോണിൻ്റെയൊക്കെ ഇതെടുത്തിട്ടുണ്ട് 23,000 രൂപയൊക്കെ മാസം അട വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, എത്ര രൂപ സാലറി കിട്ടിയാലാണ് നമുക്ക് 23,000 രൂപയൊക്കെ അടയ്ക്കാൻ പറ്റുന്നതെന്ന് ഓർത്ത് നോക്കി. അപ്പം നമ്മൾ കിടന്ന് ശരിക്കും വലിഞ്ഞു മുറുകും ഒരു വീടുണ്ടായി കഴിയുമ്പോഴത്തേനും. ഇനി നമുക്കൊരു പെൺകുട്ടിയാണ് ഉള്ളതെന്ന് വെച്ചാൽ, ആൺകുട്ടിയാണേലും അതെ പെൺകുട്ടിയാണേലും അതെ, അവരുടെ കല്യാണം വന്ന സമയമായി. കല്യാണം വരുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, അവരെവിടുന്നെങ്കിലും ആരെങ്കിലും കണ്ടുപിടിച്ചോണ്ടോന്നോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചു കൊടുത്തു. അപ്പം ആ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എങ്ങനെ പോയാലും, ഇന്നത്തെ സ്വർണത്തിൻ്റെ വിലയൊക്കെ നമ്മൾ ചിന്തിക്കണം കേട്ടോ, എങ്ങനെ പോയാലും നമ്മൾ വീണ്ടും കടത്തിലേക്കാവും ഇല്ലേ. അതായത് നമ്മൾ മറ്റുള്ളവരെ, അവിടെ നമുക്കൊരു പ്രത്യേകത വരുന്നില്ല, നമ്മൾ മറ്റുള്ളവരെ കണ്ടിട്ട് ജീവിക്കാൻ പറ്റും. മറ്റുള്ളവരെങ്ങനെയാണ് കല്യാണം നടത്തിയത്, എൻ്റെ കുടുംബക്കാരെങ്ങനെയാണ് കല്യാണം നടത്തിയത്, അല്ലെങ്കിൽ എൻ്റെ അയൽവക്കംകാരെ എങ്ങനെ നടത്തിയത്, അപ്പോൾ അതിൽ ഇച്ചിരിയോടെ ഗംഭീരമായിട്ട് എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടത്തണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കടത്തിലേക്കാകും. നമ്മളെന്നാൽ കുഞ്ഞുനാൾ തൊട്ട് എന്തെങ്കിലും ഒരു സേവിങ് ഉണ്ടാക്കി വെച്ചാൽ അതൊരു നമുക്കൊരു
എന്നാ പറയണത്, ആ സമയത്ത് നമുക്കൊരു ഉപകാരമായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യില്ല. നമ്മളൊരു പെൺകൊച്ച ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ സുകന്യ സമൃദ്ധി യോജന എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഈ കുഞ്ഞു പെൺപിള്ളേരുടെ കൂടെ കൂടിയിടണം, നല്ലതാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു ചിട്ടി കൂടിയിട്ടാലും നമ്മുടെ കുഞ്ഞിനെ കെട്ടിക്കാറാകുമ്പോഴത്തേനും അതൊരു തുകയാകും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യില്ല. നമ്മൾ അങ്ങനെ പഠിത്തവും നമ്മുടെ ഹൗസിംഗ് ലോണും നമ്മുടെ ജീവിതം എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിക്കുഴച്ച് കൊണ്ടുപോയി അവസാനം പെൺകൊച്ചിനെ കെട്ടിക്കാറായി ഒരു 20 വയസ്സാന്ന് വെച്ചോ. ആ 20 വയസ്സാകുമ്പോഴത്തേനും ടെൻഷൻ അടിച്ച് മാതാപിതാക്കൾ ഇരിക്കുകയാണ്, എങ്ങനെ കെട്ടിക്കും എന്ന്. സ്ത്രീധനം എന്ന് പറയുന്ന ഒരു ധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നിയമപരമല്ലെങ്കിലും എല്ലാവരും തന്നെ മേടിക്കുന്നുമുണ്ട്. ആരും വേണ്ടാന്ന് പറയുന്നുമില്ല. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, എങ്ങനെ പോയാലും ഇന്നത്തെ കാലത്ത് സ്വർണത്തിൻ്റെ വില ഇപ്പോൾ 56,000 രൂപ എങ്ങാണ്ട് 55 രൂപ എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ഒരു പവൻ മേടിക്കണമെങ്കിൽ. അപ്പോഴത്തേനും ഇത്രയും പൈസ ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് എത്ര ലക്ഷം രൂപ ഉണ്ടാക്കിയാലും ഒരു 10 പവൻ മേടിക്കണമെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അപ്പോഴത്തേനും നമ്മൾ സദ്യ, അതോ എത്ര ഫംഗ്ഷനുകളല്ലേ, മൈലാഞ്ചി ഇടിയിലായി അതായി ഇതായി എന്നും പറഞ്ഞ് കുറേ ഫംഗ്ഷനുകൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിനെല്ലാം ചിലവല്ലേ, എല്ലാവരെയും വിളിക്കുമല്ലേ നമ്മൾ. അപ്പോൾ ആ ചിലവുകളും എല്ലാം കൂടി ഇതിനകത്തേക്ക് വന്നു കഴിയുമ്പം ഏകദേശം ഒരു പാകം എത്തും അങ്ങനെ കല്യാണം. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണ്ടേ, നമ്മുടെ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിട്ടാലും വേറെ കുറേ ആത്മാക്കൾ ഈ വീട്ടിലുണ്ട് പിന്നെയും ജീവിക്കാനുള്ളവർ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ പെൺകുട്ടിയുടെ കല്യാണം നടത്തി വരണം, ഇല്ലേ? നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്കും പിന്നീട് ജീവിക്കണ്ടേ. പിന്നെ ഈ ഒരു കല്യാണം കൊണ്ട് എല്ലാവരും തീരുന്നില്ലല്ലോ. ഈ കല്യാണം കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് ജീവിക്കാൻ, നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ളത് നമ്മൾ ഉണ്ടാക്കി വെച്ച ശേഷം മാത്രമേ നമ്മൾ ദൂർത്തടിക്കാവുള്ളൂ. കല്യാണത്തിനൊക്കെ അത് ഒരു പരിധിക്കേ ദൂർത്തടിക്കാവുള്ളൂ. അതായത് ആ കൊച്ചിന് അർഹതപ്പെട്ടത് കൊടുക്കുക. അത് ആ കൊച്ചിൻ്റെ പേരിൽ സേവ് ചെയ്ത് എവിടെയെങ്കിലും നല്ല രീതിയിൽ എന്നാ പറയുന്നത്, എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് അവർക്ക് അർഹതപ്പെട്ടത്. കാരണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണം, മറ്റുള്ള മക്കളെ ഇളയത്തുങ്ങളുണ്ടെങ്കിൽ അവരുടെ കാര്യം കൂടെ നമുക്ക് നോക്കണ്ടേ, അച്ഛനും അമ്മയ്ക്കും. അപ്പം അതനുസരിച്ച് ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ കടത്തിലേക്ക് പോകുന്ന രീതിയിൽ ആർഭാടമായി ധൂർത്തായി നമ്മൾ മക്കളുടെ കല്യാണം നടത്താതിരിക്കുക. പിന്നീട് ബുദ്ധിമുട്ടാണ്. ആദ്യം കല്യാണത്തിന് വന്ന് ഹായ് ഹൂയ് എന്നൊക്കെ പറയാൻ ഒത്തിരി ആൾക്കാർ കാണും, ഇല്ലേ? ഹായ് ഹൂയും പറഞ്ഞിട്ട് അവർ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകും. പിന്നെ ഇവിടെ കിടന്ന് ബൈ ബൈ കളിക്കണേ ആരാ? അച്ഛനും അമ്മയായിരിക്കും. അല്ലാണ്ട് ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡോ കാണുകയില്ല. അതും കൂടെ ഓർക്കണം. ആ വീട്ടുകാരും കാണില്ല. പിന്നെ ഇവിടെ കിടന്ന് രാത്രി അന്തിയോളം കിടന്ന് പണിയെടുക്കുന്നതും മുണ്ട് മുറുക്കി കൊടുക്കുന്നതും ഇവിടുത്തെ അച്ഛനും അമ്മയായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും കല്യാണം നടത്തുമ്പം നമ്മുടെ മക്കളെ കെട്ടിച്ചു വിടുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, നമുക്ക് പറ്റുന്ന രീതിയിൽ മാത്രം കല്യാണം നടത്താൻ ശ്രമിക്കുക. നമ്മൾ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, നല്ലൊരു ജോലി മേടിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് സ്ത്രീധനം കൊടുത്ത് 2 കുടുംബവും മുടിയാതിരിക്കുക. അതാണ് വേണ്ടത്. അതായത് സ്ത്രീധനം കൊടുത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് അതിൻ്റെ പേരിൽ അവിടെ കിടന്ന് പെണ്ണുമായിട്ട് വഴക്ക്, പിന്നെയും കൊണ്ടുവരാൻ പറയുന്നു. ഇവിടെ സ്ത്രീധനം കൊടുത്തിട്ട് ഇവിടെ ഗതിയില്ലാണ്ട് കിടക്കുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നല്ലൊരു പഠിപ്പിച്ച് നല്ല ജോലി മേടിച്ചു കൊടുത്ത് നല്ല സുന്ദരിക്കുട്ടിയായിട്ട് അവളെ അങ്ങ് വിടുകയാണ് വേണ്ടത്. അതാ ചെയ്യേണ്ടത്. അതാണ് കല്യാണത്തിൽ ചെയ്യേണ്ടത്. പിന്നെയുള്ള അടുത്തൊരു ധൂർത്ത് ഏതാണെന്നറിയോ? വാഹനം മേടിക്കുക. വാഹനം മേടിക്കുക എന്ന് വെച്ചാൽ നല്ല കാര്യമാണ്. പക്ഷേ എല്ലാവർക്കും കൂടെ യാത്ര ചെയ്യണമെങ്കിൽ, നമ്മൾക്ക് ആവശ്യമാണെങ്കിൽ, അത്യാവശ്യമാണെങ്കിൽ നമ്മളൊരു വാഹനം മേടിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അല്ലേ? നമുക്ക് വണ്ടി വേണം, എല്ലാവർക്കും വണ്ടിയുള്ളപ്പം നമുക്കൊരു വണ്ടി വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ ആ വണ്ടി 20 ലക്ഷം 30 ലക്ഷം രൂപയുടെയൊക്കെ ആക്കി മേടിക്കുമ്പോഴാണ് നമ്മൾ പെട്ടുപോകുന്നത്. അത് EMI എന്ന് വെച്ചിട്ടുണ്ടല്ലോ, മാസാമാസം 5 വർഷത്തേക്കും ഒക്കെ എടുത്താണ് മിക്കവാറും വണ്ടി മേടിക്കുന്നത്. വണ്ടിയുടെ ഇൻഷുറൻസ്, ടാക്സ്, പിന്നെ ഇത് ചുമ്മാ ഒരു പൊല്യൂഷൻ ടെസ്റ്റ് നടത്തിയിട്ട് ഒരു പിഴ വന്നിട്ടുണ്ടെങ്കിൽ 2000 രൂപയ്ക്ക് ഇപ്പോൾ പിടിക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഒന്ന് പിടിച്ചാൽ പൊല്യൂഷൻ്റെ ഇതിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2000 രൂപ ഇട്ടത്. അപ്പം അങ്ങനെയൊക്കെ ഓരോ ഇതിൽ പൈസ പിന്നെയും നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, നമുക്ക് ആവശ്യമാണോ അത്യാവശ്യമാണോ, നമുക്ക് പറ്റുന്ന വാഹനം മതിയോ എന്നോർക്കണം. എന്നിട്ട് നമ്മൾ മേടിക്കുക. നമ്മൾ ചുമ്മാ ഈ വീടിൻ്റെ മുറ്റത്തിടാൻ വേണ്ടിയിട്ട് വാഹനം മേടിച്ചിടരുത്. മറ്റുള്ളവരെ കാണിച്ചിട്ട് ഒരു പ്രയോജനമില്ല. എന്തോരം വണ്ടികളാണെന്നറിയാമോ വീടിൻ്റെ മുറ്റത്തോടെ ചുമ്മാ കിടക്കുന്നത്. ആരും ഓടിക്കണമില്ല, ഒന്നുമില്ല, ചുമ്മാ കിടക്കും. വല്ലപ്പോഴും എങ്ങാനും ഒരു 2 മാസം 3 മാസം കൂടുമ്പോൾ ഒന്ന് പുറത്തേക്ക് എടുക്കുന്ന വാഹനങ്ങളും ഉണ്ട്. അതിന് ടാക്സും അല്ലാണ്ട് ഇപ്പോൾ ലൈഫ് ടൈം ഇതാന്ന് തോന്നുന്നു ടാക്സ്. എന്നാൽ ഇൻഷുറൻസ് അത് ഇതെന്നും പറഞ്ഞ് എന്തോരം രൂപ നമ്മൾ അടയ്ക്കേണ്ട ഒരു വർഷം. അപ്പം നമ്മൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ മേടിക്കുക. അല്ലെങ്കിൽ ഒരു യൂബറോ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ടാക്സി വണ്ടി വിളിച്ചാൽ നമുക്ക് എത്രയാണ് കൂടി വന്നത്? 2000 രൂപ 2500 എവിടെ ദൂരെ പോയാൽ പോലും അത്രയല്ലേ ആകുന്നുള്ളൂ. നമ്മളതിനെന്നാ കാണിക്കണേ? നമ്മൾ മുറ്റത്ത് കിടന്ന വണ്ടിക്ക് ടാക്സ് തന്നെ അടയ്ക്കേണ്ട ഒരു ഇന്നത്, ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ട് ഒരു ഇന്നത്, അല്ലേ?
നമ്മൾ ഓരോ കാര്യത്തിൽ അതിൻ്റെ മെയിൻ്റനൻസ്, പെട്രോൾ അടിക്കണ ഒരു ഇന്ന പൈസ അടയ്ക്കുന്നുണ്ട്. നമ്മളൊന്ന് ഓർത്ത് നോക്കി, ചുമ്മാ കിടന്നാലും പെട്രോൾ ആവിയായി പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അതിനു വേണ്ടി എന്തോരം കാശ് നമ്മൾ കളയുന്നുണ്ട്. ആ പൈസയും കൂടെ നമുക്ക് സേവ് ചെയ്താൽ നമുക്ക് സുരക്ഷിതമായി നല്ല ഭക്ഷണം മേടിച്ച് കഴിക്കാം, നല്ല വസ്ത്രങ്ങൾ ധരിക്കാം, നന്നായിട്ട് സന്തോഷത്തോടെ ഇരിക്കാം, ഒരു കടബാധ്യതയില്ലാണ്ട് നമുക്ക് ജീവിക്കാം. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ കടങ്ങളായിട്ട് വരുന്ന സാധനങ്ങൾ. വീട്, കല്യാണം, വണ്ടി, ഇല്ലേ? പിന്നെ ബ്രാൻഡഡ് സാധനങ്ങളുടെ ഉപയോഗം, അതാണ് വേറൊരു സാധനം. നമ്മൾ ബ്രാൻഡഡേ ഉപയോഗിക്കുള്ളൂ എന്ന് പറയും. ചെരുപ്പിനൊക്കെ നമ്മൾ ബ്രാൻഡഡ് മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിലോ, നമ്മൾ നോക്കി കുറഞ്ഞ ചെരുപ്പിന് 3000 രൂപ, 4000 രൂപ, അതൊക്കെ ചെറുതാണ്. 5000 ഒക്കെ 10000 രൂപയുടെ ചെരുപ്പുകളുണ്ട്, അതൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നവരുണ്ട്. ഷർട്ടുകൾ 5000, 7000, 10000 എന്നൊക്കെ പറഞ്ഞ് ഷർട്ടുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മൾ ഭയങ്കര ലാഭമാണെന്നും പറഞ്ഞുകൊണ്ട് ഓഫർ ഷർട്ടുകളൊക്കെ മേടിക്കാൻ പോകും, ചുരിദാറൊക്കെ അല്ലേ, 3 എടുത്തിട്ടുണ്ട്, ഒരെണ്ണം ഫ്രീ എന്നൊക്കെ പറഞ്ഞ്. നമുക്ക് ശരിക്കും ഒരെണ്ണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കുള്ളൂ, എങ്കിലും നമ്മൾ പോയിട്ട് 3 പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഒരെണ്ണം ഫ്രീ മേടിക്കും. നമ്മളങ്ങനെ പൊട്ടന്മാരെ, നമ്മുടെ കൺസ്യൂമർ സ്റ്റേറ്റാണ്. നമ്മളെ വിറ്റ് ജീവിക്കാവുന്ന എല്ലാ ബിസിനസ്സുകാരും അല്ലെങ്കിൽ കച്ചവടക്കാരും പഠിച്ചു വെച്ചേക്കുവാണ്. നമ്മുടെ ഇവിടെ ഇല്ലാത്ത ബിസിനസ് സ്ഥാപനങ്ങളുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അത് നമ്മളിങ്ങനെ മേടിച്ചെടുക്കുന്നു. ഓരോ സാധനം, നമുക്ക് ആവശ്യമില്ലാത്ത സാധനം നമ്മൾ മേടിക്കുന്നതെന്ന് ഓർത്ത് നോക്കണം. ശരിയല്ലേ? ഓഫർ ഇട്ടിട്ട് നമ്മളെ കൊണ്ട് സാധനങ്ങൾ മേടിപ്പിക്കുന്നു. എന്തോരം കച്ചവടം. ഈ ഓണമൊക്കെ വരുമ്പോൾ നമ്മളെ കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മുഴുവൻ അവരെന്താണേലും നഷ്ടത്തിൽ കൊടുക്കില്ല, നമുക്കറിയാൻ മേലെ. അതേപോലെ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി നോക്കി, നമുക്ക് ആവശ്യമുള്ള 1, 2, 3, 5 സാധനമാട്ടെ നമ്മൾ ലിസ്റ്റ് എഴുതി കൊണ്ട് പോകില്ല. നമ്മൾ എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, കണ്ണ് മഞ്ചണ രീതി സാധനങ്ങൾ വെച്ചേക്കുമായിരിക്കും. നമ്മളെല്ലാം വലിച്ചു വാരിയെടുക്കും. അത് ഇന്ന് വെക്കണ സ്ഥലത്ത് അവന്മാർ അടുത്ത ദിവസം വെക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ സൂപ്പർ മാർക്കറ്റിൽ എങ്ങനെയാണ്? എന്നും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാഴ്ച കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മറിച്ച് വയ്ക്കും. അത് കാരണം എന്നാണെന്നറിയാം, നമ്മൾ കയറി ചെല്ലുമ്പോഴേ അതിനെയൊക്കെ നമ്മളെ അങ്ങ് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സാധനങ്ങൾ വെച്ചേക്കും, നമ്മളത് മേടിക്കുകയും ചെയ്യും. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളും കൂടെ നമ്മൾ മേടിക്കും, അല്ലേ? നമ്മൾ ആ സമയത്ത് ഒരു ലിസ്റ്റ് എഴുതി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തോരം പൈസ മിച്ചം വരുമെന്നറിയാവോ? ഒരാഴ്ചത്തേക്കുള്ള സാധനമൊക്കെ മേടിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ മിച്ചം വരും. ആവശ്യമുള്ള സാധനങ്ങൾ, വില കുറഞ്ഞ സാധനങ്ങൾ മേടിച്ചാലും നമ്മുടെ പൈസ മിച്ചം വരും. അതിന് വില കൂടിയുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിച്ചാൽ നമ്മുടെ ഈ പൈസ ഉണ്ടാവുന്നത്. ഞാനിത് ഇടത്തരക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനീ പറയുന്നത്. കാരണം ഞാനും ഒരു ഇടത്തരക്കാരി ആയതുകൊണ്ട് പറഞ്ഞു തന്നെ. ഞാനും ഇങ്ങനെ ഒത്തിരി അബദ്ധത്തിലൊക്കെ ചെന്ന് ചാടിയ വ്യക്തിയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ സൂക്ഷിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകും, ഉറപ്പായ കാര്യമാണ്. നമ്മൾ ഇച്ചിരി കൂടെ ഒന്ന് സേവ് ചെയ്ത് പിടിച്ചാൽ മതി പൈസ. ഇച്ചിരി എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ അങ്ങ് പഠിച്ചു വെക്കുക. നമുക്ക് പറ്റുന്നിടത്തൊക്കെ നമ്മൾ ശകലിച്ചാണെങ്കിൽ സമ്പാദ്യശീലങ്ങൾ ഉണ്ടാക്കി വെക്കണം. നമ്മൾ ഒന്നുമില്ലാണ്ട് നമ്മൾ ഇരിക്കരുത്. എപ്പോഴും നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിൽ ഒരു സമ്പാദ്യം ചെറുതായിട്ടെങ്കിലും വേണം. എല്ലാ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കരുത്. പിന്നെ എടുത്തു കിട്ടുന്ന ഒരു ലോണുണ്ട്, വിദ്യാഭ്യാസ ലോൺ കേട്ടോ. അയ്യോ, അത് പെട്ടുപോകും കേട്ടോ. അത് നല്ല പലിശയാണ്. നമ്മൾ ഇങ്ങനെ ആദ്യം ഒരു സുഖമാണ്, നമുക്ക് ആ പൈസ കിട്ടുമ്പോൾ നമുക്കൊരു ഉപകാരമായിരിക്കും. പിന്നീട് അത് നമ്മുടെ മക്കൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരും ഇത് അടയ്ക്കണോ, അവരുടെ കയ്യിൽ നിന്ന് അവരെ വേറെ ലോൺ എടുത്തായിരിക്കും. നമ്മൾ എവിടെയെങ്കിലും വിദേശത്തൊക്കെ വിട്ടേക്കാണെങ്കിൽ ആ ലോണും ഈ വിദ്യാഭ്യാസ ലോണും എല്ലാം കൂടെ പെട്ടുപോയോ ഒത്തിരി പേരുണ്ട് കേട്ടോ വിദ്യാഭ്യാസ ലോൺ എടുത്ത്. പരമാവധി നമ്മുടെ മക്കളെ കുറഞ്ഞ തുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട്, കുറച്ചെങ്കിലും സമ്പാദിച്ചു വെച്ചിട്ട് നമ്മൾ ഏറ്റവും കുറഞ്ഞ തുക വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് മുഴുവൻ തുകയൊക്കെ വിദ്യാഭ്യാസ ലോൺ എടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങി എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ മെഡിസിനോ ഒക്കെ പഠിപ്പിക്കുന്ന വേറെ വലിയ വലിയ കോഴ്സിനൊക്കെ പഠിക്കാൻ വിടുമ്പോൾ നമ്മൾ അറിയുള്ളൂ അവരുടെ ഹോസ്റ്റൽ ഫീസും അവരുടെ ഫീസും എല്ലാം കൂടെ കൂടി വരുമ്പോൾ പെട്ടുപോകും. പിന്നെയും കടത്തിലേക്കായോ മാതാപിതാക്കൾ. അത് കഴിയുമ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, പെൺകുട്ടികളാണ് പിന്നെ അവർ കെട്ടിക്കാനും കൂടെ പൈസ ഉണ്ടാക്കേണ്ടി വരും. അപ്പം ഇതെല്ലാം നമ്മൾ മുന്നിൽ കണ്ട ശേഷമേ നമ്മൾ ഓരോ ലോണുകളിലേക്കും അല്ലെങ്കിൽ ഓരോ കടങ്ങളിലേക്കും നമ്മൾ ചെന്ന് ചാടാവുള്ളൂ. നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു സമ്പാദ്യം ഉണ്ടായിരിക്കണം. അതാണാണേലും പെണ്ണാണേലും നമുക്ക് പറ്റും പോലെ നമുക്ക് പണിയെടുക്കണം. ഒരു ചെറിയ വരുമാനമാണെങ്കിലും നമ്മൾ വീട്ടിൽ ഇരുന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കണം. വീട്ടമ്മമാരാണെങ്കിൽ ഒരു യൂട്യൂബെങ്കിലും തുടങ്ങി എന്തെങ്കിലും ഒരു കാലത്തൊരു പൈസ കിട്ടുമല്ലോ, ഉറപ്പല്ലേ? എന്തെങ്കിലും നമുക്കൊരു ചെറിയ വരുമാനം കിട്ടും. ഇന്നും നാളെയൊന്നും കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പം 6 മാസം കഴിഞ്ഞിട്ട് ചിലർക്ക് കിട്ടുന്നവരുണ്ട്. അതനുസരിച്ചിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു വരുമാന മാർഗം, അതല്ലെങ്കിൽ അച്ചാറ് പൊടി, അച്ചാറ് ചമ്മന്തിപ്പൊടി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അമ്മമാരും ഒക്കെ ഒത്തിണ്ട്, ഉള്ളിവട, ഉഴുന്നുവട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും
നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം, ഒരു ചെറിയ സാധനം ഒരു ബിസിനസ്സായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് ഉണ്ടാക്കുക. തുണിയുടെയൊക്കെ ബിസിനസ് ചെയ്യുന്ന ഒത്തിരി അമ്മമാരുണ്ട്, അതും ഒരു വരുമാന മാർഗ്ഗമാണ്. അപ്പം നമ്മൾ കടങ്ങളില്ലാണ്ട് ജീവിക്കാൻ നമുക്കൊരു മാർഗ്ഗം, എന്തെങ്കിലും പണികൾ നമ്മൾ ചെയ്യണം കേട്ടോ. ചുമ്മാ ഇരിക്കരുത്. ചുമ്മാ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകൾ ഒന്നാമത് വരും. ആവശ്യമില്ലാത്ത നെഗറ്റീവ് മുഴുവൻ കയറി വരുന്നത് ചുമ്മാ ഇരിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് ചുമ്മാ ഇരിക്കേണ്ട സമയത്ത് നമ്മൾ എന്തെങ്കിലും പോസിറ്റീവായി ചിന്തിച്ച് പോസിറ്റീവായ കാര്യങ്ങൾ ആലോചിച്ച് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മുടെ കുടുംബത്തിൽ കടത്തെ കയറ്റാണ്ടിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. നമ്മുടെ പെൺപിള്ളേർക്കൊക്കെ നല്ല വിദ്യാഭ്യാസം, ആൺപിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ നല്ല നിലയിലെത്തിക്കണം. അവരോട് പറഞ്ഞു കൊടുക്കണം പൈസയുടെ മൂല്യമൊക്കെ. എല്ലാ കാര്യം മക്കൾ ചോദിക്കുമ്പോൾ സാധിച്ചു കൊടുത്തും പഠിപ്പിക്കരുത് നമ്മൾ. അതായത് മക്കളിപ്പം ഇന്ന് ചില ആൺപിള്ളേരുണ്ടെങ്കിൽ ബൈക്ക് വേണം, അല്ലെങ്കിൽ മൊബൈൽ, വലിയ വലിയ മൊബൈലേ ഉപയോഗിക്കുള്ളൂ, ചെറുതൊന്നും ഉപയോഗിക്കില്ല. നമ്മളപ്പോൾ പറഞ്ഞു കൊടുക്കണം, നമ്മുടെ വീട്ടിൽ ഇന്നതേ ഉള്ളൂ, നമുക്ക് ഇതേ മേടിക്കാൻ പറ്റുള്ളൂ, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ എന്നിങ്ങനെ പറയണം. ചില പിള്ളേരുണ്ട് സ്കൂളിൽ പോണതാണെങ്കിലും കോളേജിൽ പോകണമെങ്കിലും പുറത്തുനിന്നേ ഫുഡ് കഴിക്കുകയുള്ളൂ. അപ്പം നമ്മൾ പറയണം ചോറ് കൊണ്ടുപോക്കണം, എന്നും അങ്ങനെ പോയിട്ടുണ്ട്, ഒത്തിരി രൂപയാകും എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കണം. അതേപോലെ ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പറയണം നമുക്കിതേ ഉള്ളൂ, ഇത് പോയി കഴിയുമ്പോൾ ഒരെണ്ണം മേടിക്കാം, നീ ഇതിപ്പം മേടിക്കുക എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ വീട്ടിലെ സാഹചര്യം ഉറപ്പായിട്ട് നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ വീട്ടിൽ 5 കൂട്ടം കറിയായിട്ടൊന്നും അല്ല നമ്മൾ കഴിക്കുന്നത്, ഉള്ള കറി കൂട്ടി കഴിക്കാൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമുക്ക് എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ നമുക്കൊരു ഭയങ്കര സമാധാനം കേട്ടോ. മക്കളെക്കായാലും നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരെക്കായാലും സമാധാനം കൂടുതൽ സ്ത്രീക്കും ആ വീട് നോക്കുന്ന ഗൃഹനാഥനുമായിരിക്കും. കാരണം എന്നാണെന്നറിയാവോ, നമ്മുടെ ഈ പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം, എന്നാ പറയണേ, ഒരു ധൈര്യമാണ് പൈസ ഉണ്ടെങ്കിൽ ഇല്ലേ. പിന്നെ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വെച്ചേക്കണം. ഒരു കുറച്ച് രൂപയാണെങ്കിലും ഒരു 10,000, 15,000, 20,000 രൂപയെങ്കിലും എപ്പോൾ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കാണണം. അതൊരു എമർജൻസി ഫണ്ടായിട്ട്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ആശുപത്രി കേസോ എന്തെങ്കിലും വന്നാൽ നമുക്ക് ഓടിയൊന്ന് പോകണമെങ്കിൽ ആരോടും ചോദിക്കാണ്ട് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ. എന്താവശ്യമാണെങ്കിലും, ആശുപത്രി കേസ് ഞാൻ ചുമ്മാ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് ഒരു പൈസയുടെ ആവശ്യം വന്നു, നമുക്കതെടുത്ത് ഉപയോഗിക്കാമല്ലോ. അത് ഒരിക്കലും അതിനങ്ങ് മറന്നു കളഞ്ഞേക്കുക. അങ്ങനെ ഇട്ടേക്കണ പൈസേനൊക്കെ നമ്മൾ മറന്നിട്ടേക്കുക. അപ്പം നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രം എടുക്കാൻ പാകത്തിന് എടുത്ത് ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ സമ്പാദിച്ച് നമുക്ക് കടങ്ങളില്ലാതെ ജീവിക്കാൻ ശ്രമിക്കണം കേട്ടോ. കടമെന്ന് പറയണ സാധനം ഉണ്ടല്ലോ, ഒരു ഭയങ്കര കോടാലിയ. അത് നമുക്കറിയത്തില്ല. അത് പെട്ടുപോയവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. നമ്മൾ സാധാരണ അത്യാവശ്യം നന്നായിട്ട് ജീവിക്കണവരോട് കടത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു നോക്കി, അവരത് പുച്ഛിച്ച് തള്ളുകയുള്ളൂ. എന്നാ കട, നിങ്ങൾക്ക് നോക്കാൻ പാടില്ലായിരുന്നോ, നിങ്ങൾ എന്തെടുക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കണവരുണ്ട്. നിങ്ങൾക്ക് പക്ഷേ നമ്മൾ വന്ന വഴി നമ്മൾ ആ കടത്തിക്കൂടെ കിടന്നിട്ട് ആ കടം അനുഭവിച്ചവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അല്ലേ. അവർക്കേ അതിനെക്കുറിച്ച് പറയാനറിയത്തുള്ളൂ, അവർക്കേ അതിൻ്റെ ആ വിഷമം അറിയത്തുള്ളൂ. വേറൊരു കടത്തിൽ പെട്ട് കിടക്കണ കാണുമ്പോൾ ഒരു ദുഃഖം ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നണമെങ്കിൽ ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ ഉള്ളൂ, അല്ലാത്തവർക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനെയാണ് ഈ ലോകം, അങ്ങനെയാണ് അല്ലേ. അപ്പം ഇങ്ങനെയൊക്കെയുള്ളത് നമ്മൾ ചുരുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാകും. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.